സയാറ്റിക്ക വേദനയും അതിന്റെ ചികിത്സയും. അതിനാൽ, നിങ്ങൾ സയാറ്റിക്ക വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്താണ്, എന്താണ് ലക്ഷണങ്ങൾ? കാരണം, നട്ടെല്ലിന്റെ താഴത്തെ ഭാഗത്ത് ഒരു ഡിസ്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഞരമ്പ് അമർത്തിയാൽ അത് കാലിന് താഴേക്ക് മൂർച്ചയുള്ള ഷൂട്ടിംഗ് വേദന നൽകുന്നു. ഇത് സയാറ്റിക്ക വേദന എന്നറിയപ്പെടുന്നു. നാഡി എത്രമാത്രം അമർത്തപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ച് ആ വേദന സൗമ്യമോ മിതമായതോ കഠിനമോ ആകാം. മരവിപ്പ് അല്ലെങ്കിൽ ഇക്കിളി എന്നിവയ്ക്കൊപ്പം ഇതുണ്ടാകാം. കൂടാതെ ഇത് ഉടനടി അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ കാലിൽ ബലഹീനതയ്ക്ക് കാരണമാകും. അതിനാൽ നിങ്ങൾക്ക് സയാറ്റിക്ക വേദന അനുഭവപ്പെടുകയും നിങ്ങൾ ഡോക്ടറെ സന്ദർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളെ ഒരു MRI അല്ലെങ്കിൽ എക്സ്-റേ ഉപദേശിക്കും. കൂടാതെ എന്താണ് തെറ്റ്, എവിടെയാണ് തെറ്റ് എന്നറിയാൻ അദ്ദേഹം ഒരു ക്ലിനിക്കൽ പരിശോധന നടത്തും. രോഗനിർണയം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വിശ്രമിക്കാൻ അദ്ദേഹം നിങ്ങളെ ഉപദേശിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേദന കുറയ്ക്കുന്നതിനോ ആന്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഞരമ്പുമായി ബന്ധപ്പെട്ട മരുന്നുകളോ കഴിക്കാൻ തുടങ്ങും. ഒരു രോഗി സുഖം പ്രാപിച്ചാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ ഞങ്ങൾ രോഗിയെ വ്യായാമം ചെയ്യാൻ തുടങ്ങും. സാവധാനം രോഗിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. എന്നിരുന്നാലും ഫിസിയോതെറാപ്പി മരുന്നുകൾ കഴിച്ച് 4-6 ആഴ്ചയ്ക്ക് ശേഷവും വേദന തുടരുകയാണെങ്കിൽ ശസ്ത്രക്രിയയുടെ സാധ്യത മാത്രമേ ഞങ്ങൾ പരിഗണിക്കൂ. ശസ്ത്രക്രിയയ്ക്ക് കേവലം 3 സൂചനകൾ മാത്രമേയുള്ളൂ. ഒന്നാമത്തേത്, സയാറ്റിക്ക പരിഹാസ്യമായ വേദന 4-6 ആഴ്ചയിൽ കൂടുതലാണ്. രണ്ടാമതായി, കാലിൽ കടുത്ത മരവിപ്പ് അല്ലെങ്കിൽ ഇക്കിളിപ്പ് രോഗിയുടെ ജീവിതം ദുഷ്കരമാക്കുന്നു, അല്ലെങ്കിൽ മൂന്നാമത്തേത്, കാലിന് ബലഹീനതയോ പക്ഷാഘാതമോ അല്ലെങ്കിൽ ചലനമോ മൂത്രമോ പോകുന്നതിലെ പ്രശ്നമോ ഉണ്ടെങ്കിൽ. ഈ സാഹചര്യത്തിൽ മാത്രം ശസ്ത്രക്രിയ ആവശ്യമാണ്. സാധാരണഗതിയിൽ എൻഡോസ്കോപ്പിക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് സാങ്കേതികതയിലൂടെ വളരെ ചെറിയ മുറിവിലൂടെയാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ രോഗിയെ അടുത്ത ദിവസം അല്ലെങ്കിൽ അതേ ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നു. 3% താഴെ കേസുകളിൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. കൂടാതെ 97% രോഗികൾക്ക് ശസ്ത്രക്രിയ കൂടാതെ മരുന്നുകൾ, വ്യായാമങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവയിലൂടെ ചികിത്സിക്കാം. നന്ദി.